വീണ്ടും വാർത്തകളിലേക്കാണ്. എത്ര കുഴിച്ചുമൂടിയാലും സത്യം ഒരു നാൾ പുറത്തു വരുമെന്ന് പറഞ്ഞതുപോലെയാണ് എലത്തൂർ സ്വദേശിയായ വിജിലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു കേസ്. അത് 2019 നടന്ന മരണമാണ്. അതിനുശേഷം ഇപ്പോഴാണ് ആ വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും കോഴിക്കോട് എലത്തൂർ സ്വദേശി വിജിലിന്റെ മൃതദേഹം കുഴിച്ചിട്ട കേസിൽ പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. ശക്തമായ മഴ കാരണം സരോവരം പാർക്കിന് സമീപമുള്ള ചതുപ്പിൽ മൃതദേഹത്തിനായി തിരച്ചിൽ നടത്താൻ സാധിക്കുന്നില്ല. മഴ തുടർന്നാൽ ഇന്ന് പരിശോധന നടക്കില്ല എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. ദൃശ്യ പുതിയടത്ത് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും. ദൃശ്യ, ഇന്നലെയൊക്കെ തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും മഴ കാരണം അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നും കാലാവസ്ഥ അനുകൂലമല്ല, അതുകൊണ്ട് തന്നെ ഇന്ന് തിരച്ചിലുണ്ടാകുമോ? ഒപ്പം തന്നെ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമോ പോലീസ്? ജിൽസി പോലീസിന്റെ നീക്കവും അത് തന്നെയാണ്. ഇന്ന് പ്രതികളുടെ രണ്ട് പ്രതികളാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. ഒന്നാം പ്രതിയായ നിഖിലും പിന്നെ മറ്റൊരാളായ ദീപേഷുമാണ് കസ്റ്റഡിയിലുള്ളത്. ഇരുവരുടെയും കസ്റ്റഡി കാലാവധി ഇന്ന് കഴിയുന്നതോടെ പോലീസ് കൂടുതൽ ദിവസത്തേക്ക് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ളൊരു നീക്കത്തിൽ തന്നെയാണ്. പക്ഷെ അതിനും ഈ പറഞ്ഞതുപോലെ ഈ തിരച്ചിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ കാലാവസ്ഥ പ്രതികൂലമായിരിക്കുന്നതിനാൽ വലിയ പ്രതിസന്ധിയാണ് പോലീസ് നേരിടുന്നത്. ഈ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ പോലീസിന് DNA ടെസ്റ്റ് അടക്കമുള്ള മുന്നോട്ടുള്ള പരിശോധനകൾക്കൊക്കെ പോലീസിന് സഹായകമാവുകയുള്ളൂ. ഇവരുടെ മൊഴി സത്യമാണ് എന്നുള്ളത് പോലീസിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തിരച്ചിലും ഈ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് നിർണായകമാകും. പോലീസിന് ഇന്ന് മഴ കുറച്ച് മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ പോലീസ് തിരച്ചിൽ നടത്തുമെന്നാണ് അല്പസമയം മുൻപ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ കടാവർ നായകളെയും ഇതുകൂടാതെ തന്നെ മണ്ണുമാന്തി യന്ത്രവും ഉപയോഗിച്ചാണ് പോലീസ് പരിശോധന നടത്താൻ ഉദ്ദേശിക്കുന്നത്. തിരച്ചിലിൽ നിന്ന് കടാവർ നായകളും മണ്ണുമാന്തി യന്ത്രവും ഉണ്ടാകും. മണ്ണുമാന്തി യന്ത്രം ഈ ചതുപ്പിലേക്ക് എത്തിക്കുന്നതിനായി പോലീസ് അവിടെ മണ്ണിട്ടൊരു റോഡ് പോലെ രൂപപ്പെടുത്തുന്നുണ്ട്. അതിന്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് മണ്ണുമാന്തി യന്ത്രം സ്ഥലത്തെത്തിച്ച് പരിശോധനകൾ നടത്തും. കൂടാതെ തന്നെ ഈ മൃതദേഹ ഭാഗങ്ങളൊക്കെ പിടിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പരിശീലനം കിട്ടിയ കടാവർ നായകളും കൂടി ഈ തിരച്ചിലിൽ ഇറങ്ങുമ്പോൾ അത് ഏറെ സഹായകമാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. ഇന്ന് തിരച്ചിൽ നടത്തി പോലീസിന് ഇതിലൊന്നും കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ നാളെ മുതൽ ചെളി പുറത്തേക്കിട്ടുള്ള പരിശോധനകളായിരിക്കും നടക്കുക. അതിനുശേഷമായിരിക്കും ഈ കസ്റ്റഡിയെ കുറിച്ചുള്ള ഒരു തീരുമാനം കൂടി ഇന്ന് ഉച്ചയോടെ തന്നെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനെ കുറിച്ചുള്ള തീരുമാനങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഈ മഴ ഈ തരത്തിൽ തുടരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ കസ്റ്റഡി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നതിലേക്കായിരിക്കും പോലീസ് പോവുക. അല്ലെങ്കിൽ പോലീസ് എത്രയും പെട്ടെന്ന് തന്നെ പ്രതികൾ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്കായിരിക്കും കടക്കുക. ജിൽസി.